യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വാഗമൺ അടുത്തുള്ള ടീ ലേക്കിലേക്കാണ്. വാഗമണിനെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിക്കൊടുത്ത മൊട്ടക്കുന്ന്, പൈൻ മരക്കാട് എന്നിവിടങ്ങളിൽ സന്ദർശിക്കാനെത്തുന്നവർ അറിഞ്ഞും അറിയാതെയും ഒഴിവാക്കി വിടുന്ന ഒരു മനോഹരമായ സ്പോട്ടാണ് ടീ ലേക്ക്. വാഗമൺ ടൗണിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തേയിലത്തോട്ടത്തിന് നടുവിലുള്ള വീടും തടാകത്തിന് കുറുകെയുള്ള തടിപ്പാലവും ബോട്ടിംഗ് സൗകര്യവുമാണ് ഇവിടെ ആകർഷകമാക്കുന്നത്. വാഗമൺ ടൗണിൽ തന്നെയാണ് ഈ തടാകമുള്ളത്. പ്രധാന റോഡിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയാണ് അതിമനോഹരമായ ഈ തടാകമുള്ളത്. പാസ് എടുത്ത് വേണം ഇവിടേക്ക് പ്രവേശിക്കാൻ. ഉള്ളിൽ പ്രവേശിക്കുന്നതോടെയാണ് അതിമനോഹരമായ കാഴ്ച അനുഭവിക്കാനാവുക. ചുറ്റും തേയിലത്തോട്ടങ്ങൾ, അതിന് നടുവിലായ ഒരു തടാകം, തടാകത്തിൻ്റെ നടുവിലൂടെ തടിയിൽ തീർത്ത ഒരു മനോഹരമായ പാലം. ഇതിലൂടെ നടന്നു ചെല്ലുന്നത് ഒരു നാടൻ ലുക്കിലുള്ള വീടിൻ്റെ മുന്നിലേക്കാണ്. തേയിലത്തോട്ടത്തിനോട് ചേർന്നും തടാകത്തിൻ്റെ കരയിലുമായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലിരുന്ന് തടാകത്തിൻ്റെ കാഴ്ച ആസ്വദിക്കാം. തണുത്ത കാറ്റും കോടയും ഉണ്ടെങ്കിൽ മറ്റൊരു വൈബാണ്. വീടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം കയറി കിടക്കുന്നത് പോലെ തോന്നും. മുറ്റത്ത് തന്നെ ചെടികളും മരങ്ങളുമുണ്ട്. വീടിൻ്റെ പിന്നിൽ തേയിലത്തോട്ടങ്ങളാണ്. ബോട്ടിംഗ് സൗകര്യമുണ്ടെന്നുള്ളതാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. പെഡൽ ബോട്ട് വാടകയ്ക്കെടുത്ത് 1 മണിക്കൂർ തടാകത്തിലൂടെ ഒഴുകി നടക്കാം. സുരക്ഷ മുൻനിർത്തി ലൈഫ് ജാക്കറ്റുകൾ നൽകും. സുരക്ഷയ്ക്ക് ഗാർഡുകളുമുണ്ട്. പെഡൽ ബോട്ടിലെ യാത്ര അല്പം ആയാസമുള്ളതാണെങ്കിലും സുരക്ഷിതമാണ്. നേരിയ മഴയും കോടയുമുള്ള സമയത്താണെങ്കിൽ ബോട്ടിലുള്ള ഈ കറക്കം രസകരമാണ്. ഫോട്ടോ പകർത്താനും വീഡിയോയും റീൽസുമൊക്കെ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് പറ്റിയ ഇടം കൂടിയാണ് വാഗമൺ ടീ ലേക്ക്. ടീ ഗാർഡൻ ലേക്ക് എന്നും ഇതിന് പേരുണ്ട്. കടുത്ത വേനലിൽ പോലും തടാകത്തിൽ വെള്ളമുണ്ടാകും. പാലത്തിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നവർ നിരവധിയാണ്. സോഷ്യൽ മീഡിയകളിലും റീൽസിലുമെല്ലാം വൈറലാണെങ്കിലും തടാകം എവിടെയാണെന്ന് പലർക്കും അറിയില്ല. വാഗമൺ ടൗണിൽ എത്തുന്നവർക്ക് ഒരു തടസ്സവുമില്ലാതെ എളുപ്പത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരാം. അടുത്ത വാഗമൺ ട്രിപ്പിൽ ടീ ലേക്ക് കൂടി ഉൾപ്പെടുത്തും. നല്ലൊരു അനുഭവമായിരിക്കും അത്. നന്ദി, നമസ്കാരം.